നമ്മളെല്ലാവരും നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, മറ്റുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിനെ നമുക്ക് തിരിഞ്ഞിട്ടില്ല. അള്ളാഹു ആരാണെന്ന് നമുക്ക് തിരിഞ്ഞിട്ടില്ല. അള്ളാഹുവിനോട് എങ്ങനെയാണ് അടുക്കേണ്ടതെന്ന് നമുക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആപത്തുകളും മുസീബത്തുകളും വരുമ്പോൾ നമ്മൾ മുസല്ല എടുത്തു വെച്ചുകൊണ്ട് നിസ്കരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആരോടാണ്, എന്തിനാണ്, എങ്ങനെയാണ് പറയുന്നത് പോലും നമുക്കിതുവരെയും തിരിഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിനോട് അടുക്കേണ്ടത് എങ്ങനെയാണെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് നമ്മൾ അടുക്കേണ്ടത് ഏത് രൂപത്തിലാണെന്ന് പോലും അറിയാതെ കണ്ട് ജീവിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലോ. അള്ളാഹുവിനെ മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലോ. അള്ളാഹുവേ, സയ്യിദനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിത ചരിത്രം നമ്മളൊന്ന് പഠിച്ചു നോക്കൂ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവിടുത്തേതായ ജീവിതം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. അള്ളാഹുവിനെ തവക്കുൽ ചെയ്യുന്നതിൽ, അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് വിജയിച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മോമിനേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ബിംബങ്ങളെ മുഴുവനും തച്ചു തകർക്കുകയാണ്. അല്ലാഹുവേ, തന്റെ പിതാവാകുന്ന ആസറിനോട് അവിടുന്ന് പറഞ്ഞത്, വാപ്പാ, അല്ലാഹു ഏകനാണ്. അവന് യാതൊരു പങ്കുകാരില്ല, കൂട്ടുകാരില്ല, കുടുംബക്കാരില്ല. അവൻ ഏകനാണ്, നിരാശ്രയനാണ്. അല്ലാഹു തആല ഏകനാണ്. പരിശുദ്ധമായ റബ്ബിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് തന്റെ പിതാവുണ്ടാക്കി വെക്കുന്ന ബിംബങ്ങൾ മുഴുവനും അവിടുന്ന് തച്ച് തകർത്ത് ഇവിടെ കളയുകയാണ്. സുബ്ഹാനല്ലാഹ്. ജനങ്ങളെല്ലാവരും വന്ന് നോക്കുമ്പോ അനാഥങ്ങളെ ആരാധിക്കുന്ന ബിംബങ്ങളെ മുഴുവനും തച്ച് തകർത്ത് വെച്ചിരിക്കുകയാണ്. ആസർ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഇതാരാ തകർത്ത് കളഞ്ഞത്, ഇതാരാ തകർത്ത് കളഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇവിടുന്ന് എല്ലാവരും സംശയിക്കുകയാണ്. ഇബ്രാഹിം അല്ലാതെ വേറെ ആരും ഇത് ചെയ്യുകയില്ല. എല്ലാവരും ഇബ്രാഹിം നബിയുടെ മുന്നിലേക്ക് വരികയാണ്. ഇബ്രാഹിം, നീയല്ലാതെ വേറെ ആരും നീ ഒരു കുറ്റകൃത്യം ചെയ്യുകയില്ല. അവിടുന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവരികയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവിടുന്ന് ചോദിക്കുകയാണ്. ഇബ്രാഹിം നബി അവിടുന്ന് ആ വലിയൊരു ബിംബത്തെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ ബിംബങ്ങളെയും തച്ചു തകർത്തു. പക്ഷേ ഒരു ബിംബത്തെ മാത്രം അവിടെ നിർത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, ഇബ്രാഹിം നബി അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ദൈവമായ ആ ദൈവത്തോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. അദ്ദേഹം പറയും മറ്റുള്ളവരെ ആരാ തലവെട്ടിയതെന്ന്. മറ്റുള്ളവർ പറയും ആരാ തലവെട്ടിയതെന്ന്. അതുകൊണ്ട് അവരോട് ചോദിക്കൂ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടുന്ന് പറയുമ്പോ എന്നെ പ്രിയപ്പെട്ടവരെ അവര് പറയുകയാണ്, നമ്രൂദും സംഘങ്ങളും വന്നുകൊണ്ട് പറയുകയാ, ഇബ്രാഹിം നമ്മളെ കളിയാക്കുകയാണല്ലോ, നമ്മളെ ഇബ്രാഹിം കളിയാക്കുകയാണല്ലോ, അതിന് വലിയൊരു ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് പറയുമ്പോ എന്നെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് നമ്രൂദ് ജനങ്ങളെ മുഴുവനും ഇളക്കി വിടുകയാണ്. അവിടെ വലിയൊരു കലഹമുണ്ടാകുകയാണ്. ഇബ്രാഹിം അല്ലാത്ത മത തീവ്രവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുമ്പോ എല്ലാവരും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തക്കംപാടത്ത് നിൽക്കുകയാ. ഇബ്രാഹിമിനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊല്ലണമല്ലോ. അവർ വല്ലാത്ത ചർച്ചയായി. എല്ലാവരും ചർച്ചകളിൽ ഏർപ്പെടുകയാണ്. അവിടുന്ന് തീകുണ്ടാരത്തിൽ ഇട്ടുകൊണ്ടുകൊണ്ട് കത്തിച്ചുകൊണ്ട് ചാമ്പലാക്കാമെന്നുള്ള ചർച്ച വരുമ്പോ നമ്രൂദ് വലിയൊരു തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആകാശത്തുകൂടെ പറന്നു പോകുന്ന പറവുകൾ പോലും കത്തിച്ചാമ്പലാകുന്ന രൂപത്തിലുള്ള വലിയൊരു തീക്കുണ്ടാരം അവിടെ സൃഷ്ടിക്കുകയാണ്. എല്ലാവരും കൊണ്ടുവന്ന് വിറക് ശേഖരിച്ചുകൊണ്ട് തീക്കുണ്ടാരത്തിലേക്ക് ഇടുകയാണ്. വലിയൊരു തീക്കുണ്ടാരം അവിടെ ഉണ്ടാവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, ഒരൊറ്റ മനുഷ്യന് പോലും അതിലേക്ക് അടുക്കാൻ സാധിക്കുകയില്ല. ഒരാൾക്ക് പോലും അതിലേക്ക് അടുക്കാൻ സാധിക്കുകയില്ല. അത്രയും വലിയ തീക്കുണ്ടാരം അവിടെ സൃഷ്ടിക്കപ്പെടുമ്പോ അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചങ്ങലയിലിട്ട് കൊണ്ടുവരികയാണ്. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി കൊണ്ടുവരികയാണ്. അവരതാമ്പും ബില്ലിലേക്കും കോർത്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ
അതാ കടന്നു വരുന്നു നസുലുൽ മുഖറബുല്ലാക മലക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വരികയാണ്. അല്ലാഹുവേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് വന്നിട്ട് ഇബ്രാഹിം നബിയോട് പറയുന്നു, നബിയേ സഹായം വേണോ നബിയേ, അവരെ മുഴുവനും തച്ച് തകർത്തുകൊണ്ട് രക്ഷപ്പെടുത്താം നബിയേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് പറയുമ്പോ ജിബ്രീലിനോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? ജിബ്രീലേ, നിന്റെ ഒരു സഹായവും എനിക്ക് വേണ്ട ജിബ്രീല്. വല്ലാത്തൊരു വാക്കായി പോയല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത് വല്ലാത്തൊരു ഈമാനിന്റെ വാക്കാണല്ലോ. അല്ലാഹുവേ, തീക്കുണ്ടാരത്തിലേക്ക് വീണുകൊണ്ട് കത്തിച്ചാമ്പലാകാൻ വേണ്ടിയിട്ട് പോകുമ്പോ ആരാ ഒരു സഹായം ചോദിക്കാതിരിക്കുന്നത്? ഏതെങ്കിലും സഹായങ്ങൾ വന്നാ സ്വീകരിക്കാതിരിക്കുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടുന്ന് ജിബ്രീലിനോട് പറയുകയാണ്, അല്ലാഹു ജിബ്രീലിനോട് പറയുകയാണ്, ജിബ്രീലേ, നിന്റെ സഹായം വേണ്ട ജിബ്രീലേ, നിന്റെ സഹായം വേണ്ട ജിബ്രീലേ. എന്നെ സംരക്ഷിക്കാൻ, എന്നെ സംരക്ഷിക്കുന്ന എന്റെ പടച്ച റബ്ബാകുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനുണ്ടല്ലോ, എന്നെ സംരക്ഷിച്ചുകൊള്ളും, എന്നെ സംരക്ഷിച്ചുകൊള്ളുമെന്ന് അതാ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പോയി. അവിടുന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞ ദിക്ർ എന്താണെന്നറിയുമോ? അവിടുന്ന് ഒരു ദിക്ർ പറയുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാർ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ആരും ആശ്രയമില്ലാതെ കണ്ട് വല്ലാതെ പൊട്ടിക്കറിയുമ്പോ, ജീവിതത്തിൽ വഴിപൊട്ടി നിൽക്കുമ്പോ, കടങ്ങളും പ്രാരാബ്ദങ്ങളും വന്നുകൊണ്ട് വല്ലാതെ ജീവിതം വഴിപൊട്ടി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ ചൊല്ലാനുള്ള ദിക്റാണ്. ആ സമയത്ത് അല്ലാഹുവിനെ ഓർക്കേണ്ട ദിക്റാണ്. അവിടുന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്, ഒരേ ഒരു ദിക്റാ പറഞ്ഞത്. അതാര് പറഞ്ഞ ദിക്റാണെന്നറിയുമോ? പിൽക്കാലത്ത് വന്ന മഹദിമാര് മുഴുവനും പറഞ്ഞ ദിക്റാണ്. എല്ലാ അംബിയാ മുർസലീങ്ങളും പറഞ്ഞ ദിക്റാണ്. ആ ദിക്റിന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരൊക്കെയോ നമ്മളെ സഹായിക്കാനുള്ളതുപോലെ, ആരൊക്കെയോ നമ്മളെ സഹായിക്കാനുള്ളതുപോലെ, എന്തൊക്കെയോ സഹായങ്ങൾ നമുക്ക് ലഭിക്കുന്നത് പോലെ വലിയൊരു ആശ്വാസമായ എന്റെ പ്രിയപ്പെട്ടവര്, വലിയൊരു ആശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായി ജീവിക്കുന്നവര് അല്ലാഹുവേ, അവിടുന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ദിക്ർ ഏതാണെന്നറിയുമോ? ഒരേ ഒരു ദിക്ർ അവിടുന്ന് പറഞ്ഞത്. തീക്കുണ്ടാരത്തിലേക്ക് അതാ കത്തിച്ചാമ്പലാകാൻ പോകുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അമ്പലേറ്റുകൊണ്ട് തീയിലേക്ക് അതാ വിടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് തീക്കുണ്ടാരത്തിലേക്ക് വീഴുമ്പോ അവിടുന്ന് പറഞ്ഞ ദിക്ർ ഏതെന്നറിയുമോ? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ്, 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബിയല്ലാഹ്. അല്ലാഹു എനിക്ക് മതിയടാ, അല്ലാഹു എനിക്ക് മതിയടാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് തീയിലേക്ക് കടന്നു വീണുകൊണ്ടിരിക്കുമ്പോ ഇത് അവിടുന്ന് പറഞ്ഞത്. ആ സമയത്ത് തീയെ പടച്ച റബ്ബുൽ ഇസ്സത്തായ രാജാതിരാജനായ സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവിടുന്ന് തീയോട് പറയുകയാണ്, യാ നാർ കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം.
തീയെ നീ ഇബ്രാഹിമിനെ തൊടല്ല തീയെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു രോമത്തെ പോലും കരിക്കാൻ വേണ്ടി തീരെ കഴിഞ്ഞില്ല. ദിവസങ്ങളോളം മാസങ്ങളോളം കൂട്ടിയിട്ടിരുന്ന തീയായിരുന്നു. അവിടുന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ തീക്കുണ്ടാരത്തിൽ ജീവിക്കുകയാണ്. 4 മാസക്കാലോളം ആ തീക്കുണ്ടാരത്തിനുള്ളില് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ജീവിക്കുകയാണ്. സുഖലോലുപനായിട്ട് ഒരു രോമത്തിന് പോലും കേട് സംഭവിക്കാതെ ഇറങ്ങി വരുമ്പോ ജനങ്ങളെ മുഴുവനും അത്ഭുതപ്പെട്ടു പോയല്ലോ. അതാണ് മോനെ ഈമാനിന്റെ പവർ എന്ന് പറയുന്നത്. അല്ലാഹുവിനെ മനസ്സിലാക്കടാ. ഏത് ശത്രുക്കൾ വന്നെന്ന് പറഞ്ഞാലും ശരി, ആർക്ക് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി കിടന്നുവെന്നെന്ന് പറഞ്ഞാലും ശരി, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ആ ഒരു ദിക്ർ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ മുറുകെ പിടിച്ചോ. ഹൃദയത്തിന്റെ കത്തളങ്ങൾ കൊണ്ട് പറഞ്ഞോ ഈ ഹൃദയം കൊണ്ട് നമ്മൾ വല്ലാതെ അല്ലാഹുവിനോടടുത്തു. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹുവേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളപ്പെടുന്നതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന വേളയില് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമായി കടന്നു പോകുമ്പോ അല്ലാഹുവേ ഇബ്രാഹിം അല്ലാഹുവേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളപ്പെടുന്ന അലിയാർ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. അലിയാർ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയാണ്, അലി ഞാൻ കിടക്കേണ്ട സ്ഥലത്ത് നീ ഒന്ന് കിടക്കണം. അലിയാര് തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പറയുമ്പോ അലിയാര് തങ്ങൾ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് എവിടെ വേണമെങ്കിലും കിടക്കാൻ നബിയേ, അങ്ങ് പറയുന്നത് പോലെ തന്നെ ചെയ്യും നബിയേ. അലിയാര് തങ്ങൾ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിടക്കുന്നിടത്ത് കിടക്കുകയാണ്. കാരണം ശത്രുക്കൾ വന്ന് നോക്കുന്ന സൈത്താനത്, ശത്രുക്കൾ വന്ന് നോക്കുന്ന സ്ഥലമാണ്. ശത്രുക്കൾ നോക്കുമ്പോ അതാ അവിടെ റസൂലുള്ളാഹി തങ്ങളെ കിടക്കുന്നുണ്ട്. പക്ഷേ അലിയാര് തങ്ങളാ കിടക്കുന്നത്, അലിയാര് തങ്ങളാ കിടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇവിടെ കിടത്തിയിട്ട് പോയതാ. എന്നെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈമാനികമായ ശക്തി എന്താണെന്നറിയുമോ? അവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ് ശത്രുക്കളോ. ആ സ്ഥാനത്താണ് അലിയാര് തങ്ങൾ വന്നുകൊണ്ട് കിടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്നതാ വീട് വിട്ടിറങ്ങുമ്പോ ശത്രുക്കളെ മുഴുവനും അവിടെ ചുറ്റി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോ വധിച്ചു കളയാൻ വേണ്ടിയിട്ട് വാളും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അല്ലാഹു ഹബീബായ തങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീൻ അവിടുന്ന് ഓതിയിട്ടിറങ്ങുകയാണ്. സൂറത്ത് യാസീൻ ഒരു ആയത്ത് അവിടുന്ന് ഓതുകയാണ്. ഏതായത്തെന്നറിയുമോ? وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. ആയത്ത് ഓതിയിട്ട് മണ്ണെടുത്തുകൊണ്ട് മണ്ണിലേക്ക് ഓതിയിട്ട് ഖുറൈശികളുടെ നേരെ അങ്ങോട്ട് എറിയുകയാണ്. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്മാരുടെ മുഴുവനും അന്ധത ബാധിക്കുകയാണ്. കണ്ണ് കാണാത്തൊരവസ്ഥയിലേക്ക് അവർ മയങ്ങി താഴെ വീണു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. മദീനത്തേക്ക് പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകരോടൊപ്പം സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പെടുന്നുണ്ട്. രണ്ടുപേരും കൂടിയതാ കടന്നു പോവുകയാണ്. പകലായ ശത്രുക്കളതാ വീണ്ടും തടയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതാ അല്ലാഹുവേ എന്ന് പറയുന്ന ഗുഹയിലേക്ക് വന്നുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ്. ശത്രുക്കൾ വന്നുകൊണ്ട് മുഴുവനും നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന ഗുഹയുടെ മുകളിൽ വന്ന് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, അവരുടെ കാൽ പെരുമാറ്റം പോലും അവിടുന്ന് കേൾക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ ശത്രുക്കളുടെ കാൽ പെരുമാറ്റമെന്ന് കാണുന്നുണ്ട്. ആ ശത്രുക്കളുടേതായ കാലിന്റെ ഭാഗം പോലും അവിടുന്ന് കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന, നബിയേ
ഒന്ന് താഴേക്ക് നോക്കിയാ മതിയല്ലോ നബിയെ. അവരൊന്ന് താഴേക്കൊന്ന് കുനിഞ്ഞിട്ട് അവരുടെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണാമല്ലോ നബിയെ, നമ്മളെ കാണാമല്ലോ നബിയെ. അല്ലാഹുവിന്റെ റസൂലിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇവിടുന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് അബൂബക്കർ തങ്ങളോട് പറഞ്ഞതെന്താണെന്നറിയുമോ? അബൂബക്കർ സിദ്ദീഖേ, നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ഗുഹയിലെന്ന് നീ വിചാരിച്ചോ അബൂബക്കർ? നീ വിചാരിച്ചോ അബൂബക്കർ നമ്മൾ രണ്ടുപേരും മാത്രമായി ഗുഹയിലെന്ന് നീ ചിന്തിച്ചു പോയോ? എന്നാൽ മൂന്നാമതൊരാൾ ഈ ഗുഹയിലുണ്ട് അബൂബക്കർ, മൂന്നാമതൊരാള് ഈ ഗുഹയിലുണ്ട് അബൂബക്കർ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പറയുകയാണ്, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട് അബൂബക്കർ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട് അബൂബക്കർ. അതുകൊണ്ട് പേടിക്കണ്ട. ഹസ്ബി അല്ലാഹ് അല്ലാഹു നമ്മളോടൊപ്പമുണ്ട് അബൂബക്കർ, നിങ്ങൾ പേടിക്കണ്ട എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ ആരാ റബ്ബെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ആരാ പടച്ച റബ്ബെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അല്ലദീ യുത്ഇമുനി വയുസ്ഖീ. അല്ലാഹു നമുക്ക് ഭക്ഷണവും വെള്ളവും തരുന്ന റബ്ബിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ റബ്ബ് നമ്മളോടൊപ്പം ഉണ്ടടാ ചെറുപ്പക്കാരാ, പേടിക്കണ്ടടാ പൊന്നു മോനെ, പേടിക്കണ്ടടാ ചെറുപ്പക്കാരാ. അല്ലാഹു നമ്മളോടൊപ്പം ഉണ്ടടാ പൊന്നു മോനെ. ഏത് സമയത്തും അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കൊണ്ടുവന്നു. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വരുമാനമില്ലാതെ ജീവിതത്തിൽ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാ ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ മൊബൈലിൽ ക്യാമറ ഓണാക്കി വെച്ചുകൊണ്ട് ഹറാമിയത്ത് കാണിക്കുന്ന പെണ്ണ്, വിചാരം ചെയ്യുന്ന പെണ്ണ്, അന്യപുരുഷന്മാരുടെ മുന്നിലേക്ക് സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആട്ടവും പാട്ടവുമായിട്ട് അല്ലാഹുവേ ദുനിയാവിന്റെ സമ്പത്ത് പിടിച്ചു പറ്റാൻ വേണ്ടി ഹറാമിയത്ത് ചെയ്യുന്ന പെണ്ണ്, അല്ലാഹു നിന്നെ ലഅനത്തിലാക്കുകയാണ് പെണ്ണുപോലെ. സമ്പത്ത് നിന്റെ കയ്യിൽ വന്നാ പോരല്ലോ, സന്തോഷം വേണ്ടേ പെങ്ങള്, സന്തോഷം വേണ്ടേ പെങ്ങള്. അല്ലാഹുവേ ദുനിയാവ് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ സഹോദരിമാര് ചെയ്യുന്നതെന്താ? ഇന്ന് നമ്മുടെ സഹോദരിമാര് ചെയ്യുന്നതെന്താ? ഹറാമിയത്ത് പോലും നോക്കാതെ പടച്ച റബ്ബിനെ പോലും മറന്നുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളും ഇട്ടിട്ട് തട്ടമിട്ടുകൊണ്ട് പറയിട്ടുകൊണ്ട് ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടി വന്ന സഹോദരിമാർ, എന്റെ പെങ്ങളെ, മറ്റുള്ള പുരുഷന്മാരുടെ മുന്നിൽ നിന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കുകയല്ലേ, ഹറാമിയത്തല്ലേ, വിചാരമല്ലേ പെങ്ങളെ. എന്നിട്ട് അല്ലാഹുവേ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാ. എന്തിനായി സമ്പത്തുണ്ടാക്കുന്നത്? അതുകൊണ്ടൊരു സന്തോഷം വരണ്ടേ പെണ്ണുങ്ങളെ. അല്ലാഹു ഇന്ന് രോഗങ്ങൾ മുഴുവനും അധികരിച്ചു വരുന്ന കാലമാണല്ലോ. ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ മക്കൾക്ക് പോലും ക്യാൻസർ രോഗമെന്ന് പറയുന്ന മഹാമാരി വന്നുകൊണ്ടിരിക്കുമ്പോ ആ ക്യാൻസർ വന്നുകൊണ്ട് ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കളയുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്തുണ്ടായ പോരാ, അതിൽ ബറക്കത്ത് വേണം, അതിൽ അല്ലാഹുവിന്റെ ബറക്കത്ത് വേണം മോളെ, അല്ലെങ്കിൽ അത് മുഴുവനും നശിച്ചു പോവുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കും.